ഹായ്! ദ ഹോപ്പ് എന്ന കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഗൗരവമുള്ള, എന്നാൽ നമ്മളെല്ലാവരും കടന്നുപോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാനാണ്. ജീവിതം എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല. ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തയത്ര മടുപ്പ് തോന്നും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ? എല്ലാം ഒന്നിനും അവസാനമല്ല. നമ്മൾ പലപ്പോഴും കരുതുന്നത് ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നടന്നില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു എന്നാണ്. സത്യത്തിൽ അതൊരു തുടക്കം മാത്രമാണ്. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കും എന്ന് പറയുന്നത് വെറുതെയല്ല. പ്രതിസന്ധികൾ വരുന്നത് നമ്മളെ തോൽപ്പിക്കാനല്ല, നമ്മളുടെ കരുത്തിനെ തിരിച്ചറിയാനാണ്. മൗനം പലപ്പോഴും ഉത്തരം നൽകും. നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഉള്ളിൽ തന്നെ ഒതുങ്ങിപ്പോകാറുണ്ട്. അത് പുറത്തു പറയാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യും. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ കുറച്ച് സമയം മൗനമായിരിക്കുക. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക. സംസാരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സമയത്തിന് വിട്ടുകൊടുക്കുക. സമയമാണ് ഏറ്റവും വലിയ മുറിവുണക്കൻ. സ്വയം സ്നേഹിക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നത്. നമ്മൾ ഒരു കലാകാരനാണ്. ധാരാളം സ്വപ്നങ്ങളുള്ള ഒരാളാണ്. ഇന്ന് സ്ട്രഗിൾ ആണെന്ന് കരുതി നാളെ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങളെ തള്ളിക്കളയരുത്. നിങ്ങൾ നിങ്ങളുടെ ജോലിയും കലയും ഒന്നാക്കി പ്രത്യാശ കൈവിടരുത്. ഈ ചാനലിന്റെ പേര് ദ ഹോപ്പ് എന്നാണ്. പ്രതീക്ഷയാണ് ഏറ്റവും വലിയ മരുന്ന്. അത്ര വലിയ ഇരുട്ടിലാണെങ്കിലും ചെറിയൊരു വെളിച്ചം മതി മുന്നോട്ട് പോകാൻ. ഇന്നും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ നാളെ സൂര്യൻ ഉദിക്കുമെന്ന് നമുക്കറിയാം. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജീവിതം മാറും. തീർച്ചയായും മാറും. ഇന്ന് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. നമ്മളിൽ ഓരോരുത്തർക്കും ഓരോ പോരാട്ടങ്ങളുണ്ട്. അത് നമ്മൾ തന്നെ ജയിക്കേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ക്രിയേറ്റീവ് ആവുക. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു ചെറിയ ആശ്വാസം ലഭിച്ചെങ്കിൽ അത് തന്നെയാണ് എന്റെ വിജയം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നന്ദി.